നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച രാത്രിയിലെ കനത്ത മഴയിൽ നഗരത്തിലും മണ്ണുത്തി, നടത്തറ മേഖലകളിൽ വൻ നാശനഷ്ടം. വാരിക്കുളം റബ്ബർ കർഷക സംഘം രജത ജൂബിലി ഹാളിൽ ജില്ലാ കർഷക സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് ലോക വെറ്ററിനറി ദിനത്തിൽ ക്ഷീര കർഷകർക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ മണ്ണുത്തി, നെല്ലങ്കര, നടത്തറ, തിക്കുങ്കര, വാരിക്കുളം, ഒല്ലൂക്കര മേഖലകളിലും വൻ നാശനഷ്ടം. തൃശൂർ നഗരത്തിൽ പലയിടത്തും ശക്തമായ മഴയും കാറ്റും മൂലം വൻ നാശനഷ്ടം. തൃശൂർ കുറുപ്പം റോഡിലെ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. നായക്കനാലിലെ ട്രാൻസ്ഫോമറിൽ പൊട്ടിത്തെറി. തൃശൂർ പാലസ് റോഡിൽ അമ്പലത്തിന് സമീപവും കൊള്ളന്നൂർ ബിൽഡിംഗിന് മുന്നിലെ മരങ്ങൾ കാറ്റിൽ വീണു. കല്യാൺ സിൽക്സിന്റെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് മുകളിലും മരം വീണ് വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. റോഡിൽ മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി ബന്ധം നിലച്ചു. സ്വരാജ് റൗണ്ടിൽ മരങ്ങൾ കടപുഴകി വീണു. കിഴക്കുംപാട്ടുകര സന്തോഷ് റോഡിൽ മരങ്ങൾ വീണു. ഒല്ലൂക്കര ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം കടപുഴകി വീണു. പരിസരത്തെ കെട്ടിടം ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റിൽ മരങ്ങൾ പതിച്ച് പോസ്റ്റുകൾ ഒടിഞ്ഞ് റോഡിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ജീവനക്കാർ മണിക്കൂറുകളായി മരങ്ങൾ നീക്കുവാനും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനുമുള്ള കഠിന ശ്രമത്തിലാണ്. വെറ്ററിനറി സർവകലാശാല കോമ്പൗണ്ടിൽ നിരവധി മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീണും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒല്ലൂരിൽ സ്വിഫ്റ്റ് കാറിന് മുകളിൽ മരം വീണു. നെല്ലങ്കര പ്രദേശത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാറ്റ്, ആ കാറ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. ഏതൊക്കെ മരം ഓടിയുന്നു, എവിടെ നിന്നൊക്കെ വീഴുന്നു എനിക്കൊരു പിടിക്കില്ല. ഇത് ചരിയുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മരം അങ്ങോട്ടും വന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടാമെന്ന് വിചാരിച്ചു അങ്ങോട്ട്. ഇവിടെ കുട്ടികൾ വല്ലവരും പഠിക്കാൻ നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടെ ഹോസ്റ്റൽ പിള്ളേരുണ്ടല്ലോ. ആ ഉണ്ട്. അല്ല ഈ സമയത്ത് ആരുമില്ല. ആർക്കും വേറെ അപകട പരിക്കൊന്നുമില്ലല്ലോ? ആരും പുറത്തില്ല. അന്ന് അതൊക്കെ സുരക്ഷിതമൊക്കെ വേറെ വിശേഷമുണ്ട്. ഇന്നലെ രാത്രിയിലെ ആ മഴയും കാറ്റിനും എൻ്റെ വീടിൻ്റെ മുകളിലത്തെ ഡ്രസ്സ് വർക്ക് മുഴുവൻ ഒന്നിച്ച് ഒരൊറ്റ ഇതിലെ അപ്പുറത്ത് പോയി വീണു. അതാണ് ഈ കാണുന്നത്. അതപ്പുറത്ത് KCBയുടെ ലൈൻ പോകുന്നതിലും മുകളിലോട്ടാണ് വീടിരിക്കുന്നത്. അതിനടുത്തൊരു കമുകുണ്ടായിരുന്നു. അതുള്ളത് കൊണ്ടൊരു കുറച്ച് സാവകാശം കിട്ടി. വലിയ അപകടം ഉണ്ടാകാതെ അതിൻ്റെ പുറത്ത് ചാരി നിൽക്കുകയാണ് ആ ഡ്രസ്സ് വർക്ക് മൊത്തം. വേറെ കൂടുതൽ പറയാനൊന്നുമില്ല. ഇന്നലെ തന്നെ എല്ലാവരും ഒക്കെ വിളിച്ച് പറഞ്ഞ് പോലീസുകാർ അവരാരും എടുത്തില്ല. തിരുവനന്തപുരത്ത് വിളിച്ച് ഒരു ഹെഡ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഇവർ പറഞ്ഞ് അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും വന്നിട്ടുമില്ല. ഈ ഭാഗം മുഴുവൻ കറണ്ടില്ലാതെ ഇരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നടത്തറ പഞ്ചായത്ത് പരിധിയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ രാത്രി 7 മണിയോടെയാണ് ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടായത്. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ നടത്തറ, പൂച്ചിട്ടി, പൂലൂക്കര, മൂർക്കനിക്കര, കുട്ടിച്ചിറ, അയ്യരുക്കുന്ന്, ഹാപ്പി നഗർ എന്നിവിടങ്ങളിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണു. പഞ്ചായത്ത് പരിധിയിൽ 12ഓളം വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൂടാതെ 25-ൽ അധികം വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണവും കേബിൾ TV സംരക്ഷണവും പൂർണ്ണമായും തടസ്സപ്പെട്ടു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് KSEBക്ക് ഉണ്ടായത്. പല സ്ഥലത്തും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുവാൻ വൈദ്യുത വകുപ്പ് ജീവനക്കാർ ഏറെ പാടുപെടേണ്ടി വന്നു. പൂച്ചട്ടി പോലുക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ മരം വീണ് വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു.
മരം വീഴുന്നത് കണ്ട ഡ്രൈവർ വാഹനത്തിന്റെ വേഗത കുറച്ചതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് നാട്ടുകാരുടെ സഹായത്താൽ മരം മുറിച്ചു നീക്കിയത്. നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ച് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ മൃഗശാലയ്ക്കകത്ത് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹിപ്പോ കൂട്ടിലും മ്ലാവിന്റെ കൂട്ടിലും വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. രാത്രി തന്നെ ജീവനക്കാർ ചേർന്ന് മൃഗങ്ങളെയെല്ലാം തൊട്ടടുത്ത കൂടുകളിലായി മാറ്റി പാർപ്പിച്ചതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു. തൃശൂർ പൂരം അതിഗംഭീരമായി ആഘോഷിക്കും ജില്ലാ കളക്ടർ. തൃശൂർ പൂരം ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ വകുപ്പ് മേധാവികളുടെയും ദേവസ്വം അധികൃതരുടെയും യോഗം ചേർന്നു. പൂരവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി. എല്ലാ വർഷത്തെയും പോലെ തൃശൂർ പൂരം അതിഗംഭീരമായി ആഘോഷിക്കുമെന്നും സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കൂടുതൽ ആളുകൾക്ക് പൂരം ആസ്വദിക്കുവാൻ അവസരമൊരുക്കുമെന്നും കളക്ടർ യോഗത്തിൽ പറഞ്ഞു. ഏപ്രിൽ 28-ന് മുൻപായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ തവണ സ്ഥാപിച്ചതിനേക്കാൾ കൂടുതലായി LED വാളുകളും CCTV ക്യാമറകളും സ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ആനച്ചമയം എക്സിബിഷനിലും കൂടുതലായി മെഡിക്കൽ ടീമിനെ വിന്യസിപ്പിക്കുവാനും യോഗം നിർദ്ദേശിച്ചു. ഗതാഗത നിയന്ത്രണം, ക്രമസമാധാനം, വാഹന തിരക്ക് ക്രമീകരണം, ഹെലിക്യാമറ എന്നിവയ്ക്കുള്ള നിയന്ത്രണം എന്നിവ പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായി ഏകോപിപ്പിക്കും. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് പ്രത്യേക കൺട്രോൾ റൂമുകളും പോലീസ് കൺട്രോൾ റൂമുകളും തുറക്കും. തേക്കിൻകാട് മൈതാനം പൂരത്തിന് മുന്നോടിയായി എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുവാനും യോഗം നിർദ്ദേശിച്ചു. പൂരപ്പറമ്പിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ മാറ്റി സംരക്ഷിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ഫോറസ്റ്റ് വകുപ്പും ദേവസ്വം വകുപ്പും കോർപ്പറേഷനും സംയുക്തമായി മൈതാനത്തിലെ അപകടകരമായ മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനായി പരിശോധന നടത്തുവാനും യോഗം നിർദ്ദേശിച്ചു. പൂരത്തിന് ഉണ്ടാകുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് മെയ് 7-നു തന്നെ നീക്കം ചെയ്ത് പൂരപ്പറമ്പ് വൃത്തിയാക്കുവാനും യോഗം നിർദ്ദേശിച്ചു. കോമ്പൗണ്ട് വാളിലെ ആവശ്യമില്ലാത്ത സാമഗ്രികൾ ഒരാഴ്ചയ്ക്കകം നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. പൂരം ദിവസങ്ങളിൽ മുൻകൂറായി തന്നെ നാട്ടാന പരിപാലന പ്രകാരം സമയബന്ധിതമായി ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ ആരോഗ്യ സംഘത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നിയോഗിക്കും. ആവശ്യമായ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ സജ്ജമാക്കും. ഭക്ഷണം വൃത്തിയുള്ള സാഹചര്യത്തിലാണോ തയ്യാറാക്കുന്നതെന്നും മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തിക്കും. ആവശ്യത്തിന് ഈ ടോയ്ലറ്റുകൾ ഒരുക്കുവാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ADMT മുരളി, സബ് കളക്ടർ അഖിൽ V. മേനോൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ്, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം അധികൃതർ, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വാരിക്കുളം റബ്ബർ കർഷക സംഘം രജത ജൂബിലി ഹാളിൽ ജില്ലാ കർഷക സംഗമം സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡ് പ്രൊഡക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മാത്യു അധ്യക്ഷം വഹിച്ചു. 2025-26 വർഷത്തെ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. പോൾസൺ, ചാക്കോ, മുരളീധരൻ, KV ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡെവലപ്മെന്റ് ഓഫീസർമാരായ മേരിയമ്മ P. തോമസ്, കൃഷ്ണപ്രസാദ്, PA രഘു എന്നിവർക്ക് കർഷക പ്രതിനിധികളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നടത്തി. എൻ്റെ കൂടെ 2 വർഷം വർക്ക് ചെയ്തു. ഈ വർഷമാണ് നമ്മൾ പ്രധാനമന്ത്രി സ്കീം ബോർഡൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കീം ഉള്ള സമയത്ത് നമ്മൾ മാർച്ചിൽ നമ്മളെല്ലാം ചെയ്ത് തീർക്കേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് ലീവ് എടുക്കാതെ തന്നെ എല്ലാം ചെയ്ത് തീർക്കണം എന്ന് ഞാൻ ഇതിനോട് എപ്പോഴും ആവശ്യപ്പെടുമായിരുന്നു. പക്ഷേ എനിക്ക് അസുഖം വന്നു. പനി 2 പേർക്ക് പനി വന്നു. കുറച്ച് ലീവായി പോയി. അങ്ങനെ കുറേ അപ്പോഴും ലീവ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ലീവ് എടുത്തുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ സ്കീമുകളും അവസാനിപ്പിക്കാനായിട്ട് ഭംഗിയോടുകൂടി അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. അത് എല്ലാവരും നന്നായി സഹകരിച്ചു.
ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക വെറ്ററിനറി ദിനത്തോടനുബന്ധിച്ച് പുത്തൂരിൽ ക്ഷീര കർഷകർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മൃഗങ്ങളുടെ വേനൽക്കാല പരിചരണം എന്ന വിഷയത്തിൽ ഡോക്ടർ സ്വാതി കൃഷ്ണ ക്ലാസ് എടുത്തു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സാജിദ KP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IVA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MK പ്രദീപ് കുമാർ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ഡോക്ടർ ജോയ്സി P ജോർജ്, IVA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുമി ചന്ദ്രൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ രാമു തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ക്ഷീര കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. പശുക്കൾക്കുള്ള മരുന്ന് കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ഭാനുമതി, ഗിരിജൻ വടക്കൂട്ട്, ഗിരിജൻ കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ് ക്ഷീര കർഷകർ. ക്ഷീര കർഷകർക്കുള്ള അറിവ് അതിനെ കുറിച്ച് നമുക്കില്ല. അപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നില്ല. ഇവരൊക്കെ ഡോക്ടേഴ്സും ഇവരൊക്കെ അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തായാലും ഈ പരിപാടി അവർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാനും നിങ്ങൾക്ക് അത് മനസ്സിലാക്കി അതിന്റെ മറുപടി പറയാനും ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്താൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലോക പുസ്തക ദിനത്തിൽ ഗാന്ധി മാർഗപ്രവർത്തകനായ PV ഗംഗാധരൻ മാസ്റ്ററുടെ മൃതശരീരത്തിൽ ഗാന്ധിയൻ പുസ്തകങ്ങൾ സമർപ്പിച്ച് ആദരമൊരുക്കി അധ്യാപകൻ. ഗാന്ധിയൻ പ്രവർത്തനങ്ങളുടെ പ്രചാരകനും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായിരുന്ന PV ഗംഗാധരൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗാന്ധിയൻ പുസ്തകങ്ങൾ മൃതദേഹത്തിൽ സമർപ്പിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു. ഗാന്ധി ദർശനങ്ങൾ നെഞ്ചേറ്റിയ മാസ്റ്ററുടെ മൃതശരീരത്തിൽ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ ഉചിതം ഗാന്ധിയൻ പുസ്തകങ്ങളുടെ സമർപ്പണമാണെന്ന തിരിച്ചറിവാണ് സ്റ്റൈജു ഒല്ലൂർ PR പടിയിലെ ഉപാസനയിൽ പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിൽ ലോക പുസ്തക ദിനത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥാ പുസ്തകങ്ങളും ഗാന്ധിജിയുടെ ജീവസന്ദേശം തുടങ്ങിയ പുസ്തകങ്ങൾ സമർപ്പിച്ച് വേറിട്ട ആദരാഞ്ജലി അർപ്പിച്ചത്. അധ്യാപകരായ TT പോൾ, സർവോദയം പ്രവർത്തകനായ PP സുകുമാരൻ, ഗാന്ധി ദർശനവേദി പ്രവർത്തകൻ VI ജോൺസൺ, മാധ്യമ സാംസ്കാരിക പ്രവർത്തകനുമായ പ്രമോദ് ചേർപ്പ് തുടങ്ങിയവർ മാസ്റ്റർക്കൊപ്പം ഉണ്ടായിരുന്നു. ഗംഗാധരൻ മാസ്റ്റർക്കൊപ്പം വിവിധ മേഖലകളിൽ ഗാന്ധിയൻ പ്രവർത്തനങ്ങളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കൂനമുച്ചി സ്വദേശി കൂടിയായ PJ സ്റ്റൈജു. 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഓർമ്മയ്ക്കായി ജീവനക്കാരും പത്രബന്ധുക്കളും ഓഗസ്റ്റ് 26-ന് സാഹിത്യ അക്കാദമി ഹാളിൽ ഒത്തുചേരുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 മണിക്ക് നടക്കുന്ന സ്മൃതി സംഗമം കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ, TS കല്യാണരാമൻ തുടങ്ങിയവർ മുഖ്യ പത്രാധിപനായിരുന്ന കെ ബാലകൃഷ്ണനെ ആദരിക്കും. കെ രാധാകൃഷ്ണൻ MP പുസ്തകം പ്രകാശനം ചെയ്യും. മേയർ MK വർഗീസ് അധ്യക്ഷം വഹിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുയോഗം VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ D മൂർത്തി, ഡേവിസ് കണ്ണനായ്ക്കൽ, ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, N ശ്രീകുമാർ, KO ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതിരൂപത CLC ആദരാഞ്ജലി അർപ്പിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതിരൂപത CLC ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചൊവ്വാഴ്ച CLC സീനിയർ യൂത്ത് അംഗങ്ങൾ പുഷ്പാർച്ചനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു. അനുസ്മരണ പ്രാർത്ഥനയ്ക്ക് അതിരൂപത പ്രൊമോട്ടർ ഫാദർ ഫ്രെജോ വാഴപ്പള്ളി, ഫാദർ സെബി വിളിയൻ തുടങ്ങിയവർ മുഖ്യ കാർമ്മികരായിരുന്നു. സീനിയർ പ്രസിഡന്റ് വിനേഷ് കോളങ്ങാടൻ, യൂത്ത് പ്രസിഡന്റ് ജെറിൻ ജോസ്, ഗ്ലോറിൻ ജോയ്, ഡെൽവിൻ ഡേവിസ്, AD ഷാജു, ഡെനസ് പെല്ലിശ്ശേരി, ഡെയ്സൺ കൊള്ളന്നൂർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ അട്ടപ്പാടി ITDP ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും ദിവസവേതനാടിസ്ഥാനത്തിൽ കുക്ക് ഉൾപ്പെടെയുള്ള ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അട്ടപ്പാടി വട്ട്ലക്കി കോർപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിൽ മെയ് 6-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹാജരാകണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. 7ാം തരം വിജയവും മതിയായ ആരോഗ്യക്ഷമതയുമാണ് യോഗ്യത. ഫോൺ 0492425438 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അമേരിക്കയിലെ ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക, കേരള കലാമണ്ഡലം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 8, 9, 10 തീയതികളിൽ അമേരിക്കയിൽ കേളി കൈരളി ഫെസ്റ്റിവൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം എന്നിവയും പുതുതായി ചിട്ടപ്പെടുത്തിയ രംഗാവിഷ്കാരവും വാദ്യസംഗീത സമന്വയങ്ങളും ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ രാജേന്ദ്രകുമാർ, രവീന്ദ്രനാഥ്, തുളസികുമാർ, അനന്തകൃഷ്ണൻ, രജിത രവി തുടങ്ങിയവർ പങ്കെടുത്തു. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മാർ ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണത്തിൽ പുത്തൂർ പള്ളി ഇടവക അനുശോചനം നടത്തി. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിശുദ്ധ കുർബാന ഒപ്പീസ് പ്രാർത്ഥനാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ്, ഡീക്കൻ മൈക്കിൾ തോട്ടുവായ്ക്കുളം, ബ്രദർ ജോമിൻ, ബ്രദർ ജോജിൻ കൈക്കാരന്മാരായ ഷോയ് മാളിയേക്കൽ, ഷാജി തട്ടിൽ, സന്തോഷ് ആട്ടോക്കാരൻ, സണ്ണി മാളിയേക്കൽ തുടങ്ങിയവരും നേതൃത്വം നൽകി. മുക്കാട്ടുകര ഇടവകയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടവകയിലെ സംയുക്ത തിരുനാൾ നടത്തുന്നതിനെ കുറിച്ച് വികാരി ഫാദർ പോൾ പിണ്ടിയാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ. നമ്മുടെ തിരുനാളിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 9 ദിവസത്തെ ദുഃഖാചരണമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ തിരുനാൾ വരുന്നതുകൊണ്ട് അത് തീരുമാനിക്കാൻ വേണ്ടി ഇന്ന് പ്രതിനിയോഗങ്ങളുടെയും തിരുനാൾ നടത്തിപ്പ് കമ്മിറ്റിയുടെയും സമുദായത്തിൻ്റെ അംഗങ്ങളുടെയൊക്കെ സംയുക്ത മീറ്റിംഗ് നമ്മളൊന്ന് കൂടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് തിരുക്കർമ്മങ്ങൾക്കൊന്നും തടസ്സമില്ല. ലിറ്റർജിയുമായി ബന്ധപ്പെട്ട കാര്യം, കുർബാന ഒന്നും തടസ്സമില്ല. നമുക്ക് പ്രസിദ്ധി വാഴ്ച 4 മേഖലയായിട്ടുണ്ട്, അത് നടക്കുന്നുണ്ട്.
ശനിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് അമ്പ് കൊടുക്കും. അതുപോലെ തന്നെ തിരുനാൾ പ്രദർശനം, തിരുനാൾ കുർബാന അതെല്ലാം ഉണ്ട്. മുടക്കം വരുന്ന ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. വാദ്യാഘോഷങ്ങളൊന്നും പാടില്ല. അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗവും പാടില്ല. അത് ഇടവക പള്ളിയിലും ഇല്ല, കുടുംബ കൂട്ടായ്മകളിലും പാടില്ലാത്തതാണ്. അത് ഓരോ വീടുകളിലായാലും യൂണിറ്റുകളിലായാലും കരിമരുന്ന് പ്രയോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള കരിമരുന്നുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും പാടില്ലെന്ന് അറിയിക്കുകയാണ്. യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രാർത്ഥനാപൂർവ്വമാണ് മെഴുതിരി കത്തിച്ച് ജപമാല ചൊല്ലി ആണ് നമ്മൾ പള്ളിയിലേക്ക് അമ്പ് വരേണ്ടത്. അത് 10 മണിക്ക് ഉള്ളിൽ എല്ലാ അമ്പുകളും കയറേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഞായറാഴ്ച പ്രദക്ഷിണമുണ്ട്. അത് പതിവ് പോലെ കുർബാന കഴിഞ്ഞ് നമ്മൾ ആരംഭിക്കുന്നു. രണ്ട് ദിക്കിലേക്ക് പോകുന്നു. അവിടെ അതും ഇതുപോലെ തന്നെ പ്രാർത്ഥനാമ്പാണ്. നമുക്ക് വാദ്യമേളങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്രാർത്ഥനാമ്പാണ് ഉള്ളത്. അത് ഇതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന ചൊല്ലി പള്ളിയിലേക്ക് സമാപിക്കുന്നു. ഇത് നമ്മൾ ഈ കൊല്ലത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതങ്ങ് തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിനെതിരായിട്ട് ആരും കുടുംബ കൂട്ടായ്മകളിൽ ആരും പടക്കം പൊട്ടിക്കാനോ വാദ്യമേളങ്ങൾ ഉപയോഗിക്കാനോ പാടില്ലെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ 10 മണിക്ക് മുമ്പ് കയറുകയും ചെയ്യാം. നമ്മൾ ഈ അവസരത്തിൽ മാതൃക ആകേണ്ടതാണ്. കാരണം പല പള്ളികളിലും ഈ പൊതു ഞായറാഴ്ച തിരുനാളുകളുണ്ട്. പലയിടത്തും എല്ലാ സ്ഥലങ്ങളിലും അത് കുറച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു ഇടവക അതിരൂപതയോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന ഒരു പാരീഷാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും വളരെ മാതൃക ആകേണ്ട ഇടവകയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചുരുക്കി നടത്തണം. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലായാലും ആരെങ്കിലും മരണപ്പെട്ടാലും നമ്മൾ ദുഃഖാചരണം 41 വരെ ഒക്കെ ഒരു വർഷം വരെ നടത്തുന്നവരൊക്കെയുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സഭയുടെ തലവൻ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദേവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരുനാളും വളരെ ചുരുക്കിയിലെടുത്തുമായിട്ട് നടത്തുന്നു. ലിറ്റർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പതിപോലെ അതെല്ലാം നടക്കും. പള്ളിയിൽ വരാനോ നേർച്ചടാനോ അതൊക്കെ പതിപോലെയൊക്കെയുണ്ട്. അതുകൊണ്ട് യൂണിറ്റ് കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, കുടുംബങ്ങൾ ഈ നിർദ്ദേശം പാലിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഇടവക മാറുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. HMS ജില്ലാ സമ്മേളനം ഏപ്രിൽ 26, 27 തീയതികളിൽ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അയ്യരപ്പായി അധ്യക്ഷം വഹിക്കും. OP ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തും. യൂജിൻ മൊറോലി, A രാമചന്ദ്രൻ, ജെയ്സൺ മാണി, ഷീബ ബാബു, മനോജ് ചിറ്റിലപ്പള്ളി, AS തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിക്കും. സീനിയർ നേതാക്കളെ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ PO അബ്ദുൾ മുത്തലിഫ്, അയ്യറപ്പായി, അജി ഫ്രാൻസിസ്, ഉദയൻ കളരിക്കൽ, മനോജ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. കടം വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാടത്ത ഷാനു എന്നയാൾ റിമാൻഡിൽ. ഇരിഞ്ഞാലക്കുട കരൂംപടന്ന പള്ളിനട സ്വദേശിയായ സൈനബ എന്നയാൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാർച്ച് 5 രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ കൊടുങ്ങല്ലൂർ ശൃംഗപുരം സ്വദേശിയായ പണിക്കശ്ശേരി വീട്ടിൽ ഷാനു, മാടത്ത ഷാനു എന്നിങ്ങനെ വിളിക്കുന്ന ഷനിൻ എന്നയാളെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷനിൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, കവർച്ച, അടിപിടി, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 34 ക്രിമിനൽ കേസുകളിലെ പ്രതിയും കൂടാതെ 2007 കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിഞ്ഞിട്ടുള്ള ആളുമാണ്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ ക്ലീറ്റസ് CM, സേവിയർ KA, പ്രസന്നകുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഉമേഷ് KV തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് നടപ്പാക്കുവാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 4 പേർ റിമാൻഡിൽ.
അന്തിക്കാട് 2025 ഏപ്രിൽ 21 വൈകിട്ട് 4 മണിക്ക് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് നൽകുന്നതിനായി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ റിജിൻ രാജ്, സുർജിത് എന്നിവരൊന്നിച്ച് മണലൂർ കനാൽ പാലം സ്വദേശിയായ ചുട്ടിക്കാട് വീട്ടിൽ റിജീഷ് എന്നയാളുടെ വീട്ടിൽ ചെന്ന സമയം റെജിൻ രാജു അവിടെയുണ്ടായിരുന്ന 3 പേരും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയ സംഭവത്തിന് റെജിൻ രാജിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 2025 ഏപ്രിൽ 21 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതികളായ മണലൂർ കനാൽ പാലം സ്വദേശിയായ ചെട്ടിക്കാട് വീട്ടിൽ റിജീഷ്, വടക്കേക്കര സ്വദേശികളായ മുക്കാട്ടിൽ വീട്ടിൽ ജിതിത്, മുക്കാട്ട് മുടപ്പാൽ തുരത്ത് സൗമേഷ് എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ സുബിങ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. റിജേഷിനെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഓരോ അടിപിടി കേസുണ്ട്. അഞ്ചേരിയിൽ പട്ടാപ്പകൽ ഇറച്ചിക്കോഴിക്കടയുടമയെ ആക്രമിച്ച 4 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംഘം അക്രമം നടത്തിയത്. മരോട്ടിച്ചാൽ സ്വദേശി അഴകത്ത് വീട്ടിൽ 19 വയസ്സുള്ള ജിബിൻ, മണ്ണുത്തി വെള്ളാനിക്കര സ്വദേശി ചീരക്കുണ്ട് വീട്ടിൽ 27 വയസ്സുള്ള അനുഗ്രഹ്, പുത്തൂർ സ്വദേശി തെക്കുംപുറം വീട്ടിൽ 22 വയസ്സുള്ള സീക്കോ, അഞ്ചേരി സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ 25 വയസ്സുള്ള വിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒല്ലൂർ SHO വിമോദിന്റെ നേതൃത്വത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഞ്ചേരിയിലെ മീനുട്ടി ചിക്കൻ സെന്റർ ഉടമ കാച്ചേരി സ്വദേശി കോട്ടപ്പടി വീട്ടിൽ സന്തോഷിനാണ് കൈക്കും കാലിനും അക്രമത്തിൽ പരിക്കേറ്റത്. സന്തോഷിനെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ കത്തിക്കൊണ്ടാണ് സന്തോഷിന്റെ കൈക്ക് മുറിവേറ്റത്. അക്രമികളുടെ ചവിട്ടേറ്റാണ് കാലിനെ പരിക്കേറ്റത്. 3 യുവാക്കളാണ് കഴിഞ്ഞ ദിവസം കത്തികാട്ടി ഗുണ്ടായിസം കാട്ടിയത്. പ്രതികൾ ബൈക്കിൽ അപകടകരമാവിധം വരുന്നത് 2 യുവാക്കൾ ചോദ്യം ചെയ്തിരുന്നു. ഇവർ കോഴിക്കടയിലേക്കാണ് കയറിപ്പോയത്. ഇവരെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സന്തോഷിനെ ആക്രമിച്ചത്. ഇതിനിടെ പോലീസ് ജീപ്പ് വരുന്നത് കണ്ടയുടൻ പ്രതികൾ 3 ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഓൾ കേരള ഹാർട്ട് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് തൃശൂർ സിറ്റി പോലീസ് ജേതാക്കൾ. SJ സ്പോർട്സ് ഈവന്റ് സംഘടിപ്പിച്ച ഓൾ കേരള ഹാർട്ട് ടെന്നീസ് ക്രിക്കറ്റ് ബോൾ ടൂർണമെന്റിന്റെ തൃശൂർ സിറ്റി പോലീസ് ജേതാക്കളായി. വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും പ്രൈവറ്റ് സെക്ടർ വിഭാഗങ്ങളുമായി 16 ടീമുകൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഏപ്രിൽ 17, 18, 20 മാറ്റുരച്ചത്. ഫൈനൽ മത്സരത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെതിരെ 5 വിക്കറ്റിനാണ് തൃശൂർ സിറ്റി പോലീസ് തോൽപ്പിച്ചത്. 8 ഓവർ മത്സരത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൃത്യതയാർന്ന ബൌളിംഗും ഫീൽഡിംഗും കൊണ്ട് 42 റണ്ണിൽ ഒതുക്കിയ തൃശൂർ സിറ്റി പോലീസ് 5.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 42 റൺസ് മാറിക്കടന്നു. ടൂർണമെന്റിലെ മാൻ ഓഫ് ദി സീരീസ് ആയി തൃശൂർ സിറ്റി പോലീസിലെ ജെരീഷ് തൻസീഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് തൃശൂർ സിറ്റി പോലീസ് ജേതാക്കളായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വാഴ്ച രാത്രിയിലെ കനത്ത മഴയിൽ നഗരത്തിലും മണ്ണുത്തി, നടത്തറ മേഖലകളിൽ വൻ നാശനഷ്ടം. വാരിക്കുളം റബ്ബർ കർഷക സംഘം രജത ജൂബിലി ഹാളിൽ ജില്ലാ കർഷക സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് ലോക വെറ്ററിനറി ദിനത്തിൽ ക്ഷീര കർഷകർക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.